മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിന്റെ ഭാഗമായി എൽസ്റ്റേൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന വീടിന് 30 ലക്ഷം രൂപയായി എന്ന വിഷയത്തിൽ വിവാദം തുടരുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഈ വിഷയം ആയുധമാക്കിയെടുത്തിട്ടുണ്ട്. മാതൃകാ വീടിന് മുന്നിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. ഒപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമുണ്ട്. സുർജിത്ത്, ഈ വിവാദം അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കൊക്കെ ഇതിൽ കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? അനുജ, ഞാൻ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിന് മുന്നിലുള്ള ആ വീടിന് മുന്നിലാണ്, മാതൃകാ വീടിന് മുന്നിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മാതൃകാ വീട് തുറന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് കാണാൻ വേണ്ടിയും മറ്റും ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദുരന്തബാധിതർ, ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഈ വീടിന് 30 ലക്ഷം രൂപയായി എന്നുള്ള തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. അത്ര തുക ഇതിനകത്ത് വരില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് പൊതുവെ ഉയർന്നു വരുന്നത്. പ്രതിപക്ഷത്തെ പലരും ആ വിഷയം എടുത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നുള്ള ഒരു വിവാദമാണിത്. എന്താണ് ഈ വിവാദത്തിന്റെ സാങ്കത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ നമ്മൾ വിളിച്ചു വരുത്തിയത്. മനോജ് JMJ, ഈ ഇവിടുത്തെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്, ഇവർക്ക് പറയാനുള്ളത്, ദുരന്തബാധിതർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഈ ഇങ്ങനെ 30 ലക്ഷം രൂപയായി വീടിന് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ ഒരു മറുപടി എന്താണ്? അല്ല, 30 ലക്ഷം എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ സന്നദ്ധ സംഘടനകളൊക്കെ DYFI 100 വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കർണാടക സർക്കാർ 100 വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ സർക്കാരിലേക്ക് പൈസ കൊടുത്ത ആളുകൾ. അവർ 20 ലക്ഷം വെച്ചിട്ടാണ് കൊടുത്തുള്ളത്. DYFI 20 കോടിയാണ് കൊടുത്തുള്ളത് 100 വീടിന്. കർണാടക സർക്കാർ 20 കോടിയാണ് കൊടുത്തുള്ളത് 100 വീടിന്. അപ്പോൾ 20 ലക്ഷമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുക. പിന്നെ 20 ലക്ഷത്തിന് ഇതുപോലെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു വീട്, സാധാരണ ഒരു വീടല്ലത്. ഏറ്റവും അടിയിലേക്ക് താഴ്ത്തി അവിടെ വലിയ രീതിയിൽ ഫൂട്ടിങ് നടത്തി വലിയ വീതിയിലുള്ള 90 സെൻറ്റിമീറ്റർ ഉൾപ്പെടെ വീതിയിലുള്ള പില്ലറുകൾ വെച്ച് അത് അത്തരം 9 കോളങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ വെച്ച് പ്ലിന്ത് ബീമും അതേപോലെ സൈസിൽ വെച്ച് ഭൂമി കുലുങ്ങിയാൽ പോലും തകരാത്ത രീതിയിലുള്ളൊരു മാതൃകയിലൊരു വീട് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടും ഇതിന് ചുറ്റുമതിലും അതുപോലെ തന്നെ ഗേറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ, ഇപ്പോൾ കിച്ചണിലൊക്കെ പോയി നോക്കിയാൽ കാണാം അതിൻ്റെ കബോർഡുകളുണ്ട്. ബെഡ്റൂമിലും കബോർഡുകൾ ഇനി വരാനുണ്ട്. കിച്ചണിൽ ഇനിയും അഡീഷണൽ മേലെ വേറെയും വരാനുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട് ഗേറ്റ് ഉൾപ്പെടെ ഇൻ്റർലോക്ക് ഉൾപ്പെടെ ഈ 20 ലക്ഷത്തിന് ഇത് ധാരാളമാണെന്ന് എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കുറേ വർഷങ്ങളായിട്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 20 ലക്ഷം ഇത് കൂടുതലല്ല. പിന്നെ വേറെ ഒരു വീട് ഒരു സംഘടന ചെയ്തു കൊടുത്ത് അതിലൊരു 15 ലക്ഷം രൂപയ്ക്ക് തീർത്തു എന്ന് പറഞ്ഞിട്ട് അതും ഈ വീടും വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ചർച്ച വല്ലാതെ നടക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഇത്തരം രീതിയിൽ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ അതിനൊരു മറുപടിയായിട്ടൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ പില്ലറുകളും ബീമുകളും ഈ 1000 സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ 1000 സ്ക്വയർ ഫീറ്റ് ചുറ്റുമതിലും ഗേറ്റും ഇൻ്റർലോക്കും ഉൾപ്പെടെ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ടൗൺഷിപ്പിൽ വീടുണ്ട്, എനിക്ക് കിട്ടുന്ന വീട് ഞാൻ ഫ്രീ ആയി കൊടുക്കാമെന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. വെല്ലുവിളി ഇതുവരെ ആളുകൾ സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇതുപോലെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അനുജ, ഇതാണ് ഇവരുടെ മറുപടി. ഇതാണ് ഈ വിവാദത്തിൽ ഒരു സാങ്കത്യമില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. മറ്റു ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അവർ കൂടി കാര്യത്തിൽ വ്യക്തത പറയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഷർഫിക്ക ഒരു ദുരന്തബാധിതനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. നിങ്ങൾ ഈ വീട് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പൊതുവാഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നമാണ് ഇങ്ങനത്തെ ഒരു വീട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ദുരിതബാധനാണ്, നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് കണക്കാൻ കഴിയുന്നത്. പിന്നെ കുറച്ച് കുറവുണ്ട്, ബർത്തിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ പഠന റൂമിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതൊക്കെ ഒരു 3 ബെഡ്റൂം വേണമെന്നുള്ളൊരു വലിയ കുടുംബം. ഞാൻ 6 ആളുകളുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഒരു 3 ബെഡ്റൂം വേണമെന്നുള്ളൊരു അഭിപ്രായം ഇട്ടിട്ടുണ്ട്. വേറൊക്കെ നല്ല വീട്, നല്ല ഉഷാറ് പരിപാടി തന്നെയാണ് ഗവൺമെൻറ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതിനൊക്കെ ഗവൺമെൻറ് നന്നായിട്ട് നമ്മൾ ദുരന്തബാധിതനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. ഇവിടെ ഇന്റീരിയർ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ കാണിച്ച വീടിന്റെ അതിന്റെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട വെല്ലുവിളി കൂടി ഈ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നടത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാകും. എങ്ങനെയാണ് ഈ 30 ലക്ഷം രൂപ എന്നുള്ള സംഖ്യയിലേക്ക് ഇങ്ങനെ ഒരു ആരോപണം വരാനുള്ള കാരണം സംബന്ധിച്ച് റവന്യൂ മന്ത്രിയും വിശദീകരിക്കുന്നുണ്ട്. അത്തരം വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ സുർജിത്ത് 20 ലക്ഷമാണോ 30 ലക്ഷമാണോ? നേരത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 20 ലക്ഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഈ സന്നദ്ധ സംഘടനകളിൽ നടക്കം സ്വരൂപിച്ച പണം, ആ പണം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപ എന്നുള്ള നിരക്കിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു വീടിന് 20 ലക്ഷം രൂപ നിരക്കിലാണ് സന്നദ്ധ സംഘടനകളിൽ നിന്ന് സർക്കാർ വാങ്ങിച്ചിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിന് തയ്യാറായ ആളുകളിൽ നിന്നും 20 ലക്ഷം രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും 30 ലക്ഷം രൂപ എന്നുള്ളത് നേരത്തെ നിയമസഭയിൽ ഇതിൽ തുടക്കത്തിൽ വന്ന ഒരു പേപ്പർ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അത് വെച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ വിവാദത്തിൽ എങ്ങനെയാണ് ഈ 30 ലക്ഷം രൂപ എന്നുള്ള നിരക്കിലേക്ക് ഈ വിവാദം ഉയരാനുള്ള സാഹചര്യം എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. അത് റവന്യൂ മന്ത്രിക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും ഇതിൽ എങ്ങനെയാണ് വീടിന്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർ കൂടി വ്യക്തത വരുത്തും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം. എന്തായാലും അടുത്ത സന്ദർഭത്തിൽ തന്നെ ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവരടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വിവരം നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ദുരന്തബാധിതരും മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ തോന്നുന്നു ഇത്തരം വിവാദങ്ങളൊക്കെ അനാവശ്യമാണ് എന്നതല്ലേ അവർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഈ വീടിന്റെ ടെക്നോളജി എന്ന് പറയുന്നതും അത് സാധാരണ രീതിയിൽ നിർമ്മിക്കുന്ന പോലെ അല്ല എന്ന് തോന്നുന്നു. അതിന് നിർമ്മാണ രീതിയൊക്കെ വ്യത്യസ്തമാണ്. തീർച്ചയായും ഇതിന്റെ ഈ ഒരു ഭൂമിശാസ്ത്രപരമായി ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് ഒരു ചെരിഞ്ഞ പ്രതലം, അതായത് പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള പ്രതലമാണ് ഇവിടെ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയും. തേയിലത്തോട്ടമായിരുന്ന ഒരു മേഖലയാണിത്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കൽ സർക്കാർ നടത്തി അതിനുശേഷം ഈ ഒരു ടൗൺഷിപ്പ് നിർമ്മാണം എന്നുള്ള കാര്യത്തിലേക്ക് കടന്നത്. 299 രൂപയാണ് ടാക്സ് അടക്കം ഊരാളുങ്കൽ സൊസൈറ്റി ഇത് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ടൗൺഷിപ്പിന്റെ മൊത്തം നിർമ്മാണത്തിന്റെ ഭാഗമായാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, വീടുകളുടെ നിർമ്മാണം അതിന്റെ ഭാഗം മാത്രമാണ്. മറ്റ് പല നടപടികളുമുണ്ട്. അതിന്റെ താഴേക്ക്, അതായത് ഇതിൽ ആ തൂണുകളടക്കം നമുക്ക് കാണാൻ കഴിയും എത്രമാത്രം അത് ആഴത്തിൽ അതിന്റെ ഫില്ലർ വാർത്ത് അങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭൂകമ്പത്തെ പോലും തടയാവുന്ന വിധത്തിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വിവാദം വന്നത്. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വിവാദം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിൽ സാങ്കത്യമില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഇതിലെ മറ്റൊരു കാര്യം സുർജിത്ത്, ഈ വീടിനകത്തുകൂടി പടികൾ വേണം എന്നൊരാവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലെങ്ങനെയാണ് എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ പരിഹാരം എന്ന തരത്തിലേക്ക് എന്താണ് നിർദ്ദേശങ്ങളുണ്ടോ? കാരണം ദുരന്തം മേലെ പുഴ തിരിഞ്ഞു വന്ന് നിറയെ വീടുകളെ തകർത്തുകൊണ്ട് ഇത് വന്ന് ആ വെള്ളാർമല സ്കൂളിന്റെ പില്ലറിൽ ഇടിച്ച് നിന്ന് വീണ്ടും പുഴയിലേക്ക് തിരിഞ്ഞുപോയി. ആ വെള്ളാർമല സ്കൂളിന്റെ പില്ലറും ബീമും അവിടെ ഇല്ലെങ്കിൽ അത് നേരെ ചൂൽമല ടൗണിലേക്ക് വരിക. ഒരു 100 ആളെങ്കിലും ആ ചൂൽമല ടൗണിന്റെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. വീടുകളുണ്ട് ടൗണിന്റെ അടുത്ത നിറയെ വീടുകളുണ്ട്. ആ 100 ആളെങ്കിലും പിന്നെ അതിലൂടെ മരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ വീടിന്റെ അകത്ത് കോണി വെക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. പിന്നെ പോലെ ചില നിർമ്മാണങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ ഇവരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അല്ല, അത് 2 തരത്തിൽ ഇത് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. 2 തരത്തിൽ. കാരണം മേലേക്ക് വീട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, മേലേക്ക് വേണ്ടാത്ത ആളുകളുണ്ട്. മേലേക്ക് വേണ്ടാത്തവർക്ക് പിന്നെ ഇത് പുറത്തുകൂടെ ഉപയോഗിക്കാം, വേണ്ടവർക്ക് അകത്തൂടെ ഉപയോഗിക്കാം. പിന്നെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി മേലെ ഒരു നില എടുത്തു കഴിഞ്ഞാൽ അത് പുറത്തുകൂടെയാണ് നല്ലത്, സ്റ്റെയർ നല്ലത്. ഇത് എല്ലാ അഭിപ്രായക്കാരും ഉണ്ട്. അപ്പം അത് നമ്മൾ കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇല്ല, ഒരു പരാതിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ക്ലിയർ ചെയ്യാൻ അവർ ഏറ്റിട്ടുമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് അനുജ പറയുന്ന കാര്യം. അതായത് നിലവിൽ ഇവരെ സംബന്ധിച്ച് അത്തരം പരാതികളില്ല. പരാതികളുണ്ട്, ചെറിയ ചെറിയ പരാതികളുണ്ട്. അതെ, ആ ചെറിയ പരാതികൾക്കൊക്കെ അപ്പോൾ തന്നെ പരിഹാരം കാണുന്നുമുണ്ട് എന്നതാണ്. ഇപ്പോൾ അനാവശ്യ വിവാദം ഇതിന്റെ ചിലവിനെ ചൊല്ലി ഉണ്ടാക്കുകയാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് അവിടെ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.